ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ സമയം ഒരു 6 മണിയാണ് കേട്ടോ. പക്ഷെ ഞാൻ 6 മണിക്കല്ല എണീറ്റത്, ഞാനൊരു 5 മണിക്ക് എഴുന്നേറ്റിരിക്കുന്നു. ഈ 5 മണിക്ക് എഴുന്നേൽക്കുക എന്നുള്ളൊരു ശീലം ഞാനിപ്പോൾ ഒരു 2 മാസത്തോളമായിട്ട് പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരുന്നൊരു കാര്യമാണ്. ഈ 5 മണിക്ക് എഴുന്നേൽക്കുക എന്നുള്ളത് ഇത്ര വലിയ കാര്യമൊന്നുമല്ല എന്നുള്ളത് ചിലർക്ക് തോന്നാം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ടാസ്ക് ആയിരുന്നു. പക്ഷേ ആദ്യമൊക്കെ ഞാൻ 5 മണിക്ക് അല്ലെങ്കിൽ 5:30ക്കൊക്കെ എഴുന്നേൽക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ എൻ്റെ ലൈഫിൽ എന്താ സംഭവിച്ചതെന്നുള്ളത് എനിക്കറിയില്ല. എനിക്ക് പിന്നെ എല്ലാറ്റിനോടൊരു മടിയായി, ഒരു ക്ഷീണം. എനിക്ക് രാവിലെ എഴുന്നേറ്റുണ്ടെങ്കിലൊക്കെ ക്ഷീണം. കാരണം രാവിലെ എഴുന്നേൽക്കാനൊക്കെ പിന്നെ 5:30 എന്നുള്ളത് 6 മണിയായി, 6:15 അത്രയും ലേറ്റായിട്ട് എഴുന്നേൽക്കുക. പിന്നെ മോൾക്ക് ഫുഡ് കൊണ്ടുപോകണമല്ലോ എന്ന് കരുതിയിട്ട് എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യുക. അങ്ങനത്തെ ഒക്കെ ഒരു സ്വഭാവം എനിക്കുണ്ടായി. അതെന്താ അങ്ങനെ ഉണ്ടായെന്നറിയില്ല. എല്ലാറ്റിനോടും ക്ഷീണം. എന്തെങ്കിലും ഒന്ന് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ക്ഷീണം വന്നു ഇരിക്കണം. വീട് ക്ലീൻ ചെയ്യുമ്പോൾ ക്ഷീണം, എല്ലാറ്റിനോടും ക്ഷീണം, മടി, അങ്ങനെയൊക്കെയുള്ളൊരു അവസ്ഥയിലൂടെ കേട്ടോ ഞാൻ കടന്നു പോയത്. അങ്ങനെ എനിക്ക് PCOD ഉള്ളതാണ്. അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരുപാട് PCODയുടെ വീഡിയോസ് ഇങ്ങനെ കണ്ടു നോക്കുമ്പോൾ അതിലിങ്ങനെ എല്ലാറ്റിലും ഉണ്ടായിരിക്കും ക്ഷീണം തോന്നും, മടി തോന്നും, ഒന്നിനോടും ഒരു താല്പര്യം ഉണ്ടാവില്ല, ഉത്സാഹക്കുറവ്, അങ്ങനത്തെ ഒക്കെ ഒരുപാട് ഈ PCODയുടെ ലക്ഷണങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ ഞാൻ ഒരുപാട് വീഡിയോസിൽ കണ്ടു. അപ്പോൾ എനിക്ക് തോന്നി ഇനി അതുകൊണ്ടായിരിക്കുമോ, കാരണം എനിക്ക് 2-3 മാസം കഴിയുമ്പോഴൊക്കെ പീരീഡ്സ് വരും, അത്രയും PCOD ഉണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കുമോ എനിക്ക് ഈ ഒരു സ്വഭാവങ്ങളൊക്കെ വന്നത് എന്നൊക്കെ എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ കഴിഞ്ഞ തവണ ഗൈനക്കിനെ കാണിക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ ഞാൻ ഡോക്ടറോട് ഞാൻ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെയൊക്കെ എനിക്ക് തോന്നുന്നു, ഭയങ്കര ക്ഷീണമാണ് അങ്ങനെയൊക്കെ. അപ്പോൾ എനിക്ക് കുറച്ച് വൈറ്റമിൻ ടാബ്ലറ്റ്സൊക്കെ എനിക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഡോക്ടർ എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ PCOD ആണ്, അപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ തോന്നാം, അത് ഇതിൻ്റെയൊക്കെ ലക്ഷണങ്ങൾ ഇങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മൾ അതുപോലെ തന്നെ ആയി മാറും. നമ്മൾക്കൊരു ക്ഷീണം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വയം അതിനെ ഓവർകം ചെയ്യുക. നമ്മുടെ മനസ്സിലേക്ക് ആ ഒരു ചിന്ത കൊണ്ടുവരിക ആദ്യം. എനിക്ക് അങ്ങനെയൊന്നുമില്ല, PCOD ആണെങ്കിൽ PCOD അങ്ങ് മാറിക്കോളും. പക്ഷേ എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എനിക്ക് കറക്റ്റായിട്ട് എനിക്ക് ചെയ്യേണ്ടതുണ്ട്, എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് എന്നുള്ളൊരു പ്ലാൻ നമ്മൾ തയ്യാറാക്കുക, നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് വന്നിട്ട് ഞാൻ ഇരുന്നിങ്ങനെ ആലോചിച്ചു, എനിക്ക് എന്താണ് പറ്റിയത്, ഞാൻ ഇങ്ങനെ അല്ലായിരുന്നല്ലോ, പിന്നെ എന്താണ് സംഭവിച്ചതെന്നുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് വരുമ്പോൾ എനിക്ക് മനസ്സിലായി എന്താണ് സംഭവിച്ചതെന്നുള്ളത്. കാരണം ആദ്യം ചെറിയ കുട്ടികൾ, മോന് ഒക്കെ ഉള്ള സമയത്ത് കുട്ടികൾ എഴുന്നേൽക്കുമ്പോഴത്തേനും പണികൾ തീർക്കട്ടെ എന്ന് നമ്മൾ ചിന്തിക്കും അല്ലേ. കാരണം കുട്ടികൾ കരയുമ്പോഴത്തേക്കും നമ്മുടെ പണികളൊക്കെ തീർക്കണം, എന്നിട്ട് വേണം അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ ഉള്ളിലെ ലക്ഷ്യം, അല്ലെങ്കിൽ നമ്മുടെ മുന്നിലുള്ള ലക്ഷ്യം എന്താണ്, കുട്ടികൾ എഴുന്നേൽക്കുമ്പോഴത്തേക്കും നമ്മുടെ പണികളെല്ലാം തീർക്കണം എന്നുള്ളതാണ്. പിന്നീട് അത് കഴിഞ്ഞ് എനിക്ക് ചെറിയൊരു വർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ വർക്കിന് പോകുമ്പോൾ 9 മണിക്ക് എനിക്ക് വർക്കിന് പോകണം. അപ്പോൾ എൻ്റെ പണികളെല്ലാം തീർക്കണം. അപ്പോൾ എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് 9 മണി ആകുമ്പോഴത്തേക്ക് എനിക്ക് പോകണം എന്നുള്ളതായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വീട്ടിലില്ല, അങ്ങനെയായിരുന്നു. പിന്നീട് അതിന് മുമ്പ് ഞാൻ PSCയുടെ കോച്ചിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഞാൻ 9 മണിക്ക് പോകും. അപ്പോൾ എൻ്റെ മുന്നിലുള്ള ലക്ഷ്യം PSC കോച്ചിങ്ങാണ്. PSC കോച്ചിങ്ങിന് പോകുമ്പോഴത്തേനും എൻ്റെ വീട്ടിലെ പണികളെല്ലാം തീർത്ത് വെക്കണം, എന്നിട്ട് വേണം എനിക്ക് കോച്ചിങ്ങിന് പോകാൻ. ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ വീട്ടിൽ അങ്ങനെ പണികളൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പം നമ്മുടെ മുന്നിലൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തെ കണ്ടിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾക്ക് മുന്നിലുള്ള മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ വേഗം തീർത്ത് വെക്കുകയാണ്. ഇപ്പം അതൊന്നും ഇല്ലാതെ നമ്മൾ വീട്ടിൽ മാത്രം ഒതുങ്ങുമ്പോഴാണ് നമുക്ക് എല്ലാറ്റിനോടും നമുക്ക് മടി തോന്നുന്നത്. കാരണം നമ്മുടെ ഉള്ളിലുള്ള ചിന്ത എന്താണ്, എനിക്ക് എവിടെയും പോകാനില്ലല്ലോ, എനിക്കിപ്പോൾ എന്താ, കുട്ടികളെ സ്കൂൾ പറഞ്ഞയച്ചു, ഹസ്ബൻഡ് വർക്കിന് പോയി, പിന്നെ എനിക്ക് എന്താണ് ഇന്നത്തെ ദിവസം ഇത്രയും മണിക്കൂറുകൾ എൻ്റെ മുന്നിൽ കിടക്കല്ലേ, എനിക്കൊന്നും ചെയ്യാനില്ല, അപ്പം അതൊക്കെയൊക്കെ ചെയ്താൽ മതി എന്നുള്ളൊരു വിധത്തിലാണ് നമ്മൾ നീങ്ങിപ്പോണത്. ഒന്നിനോട് നമ്മുടെ സമയത്തിന് നമ്മളൊരു വാല്യൂ കൊടുക്കണില്ല. അപ്പം നമ്മൾക്ക് എന്താണ്, മടി വരുന്നു, ക്ഷീണം വരുന്നു. അതൊക്കെയാണ് നമ്മുടെ ഉള്ളിലുള്ള ആ മടിയാണ് നമ്മളെ ക്ഷീണത്തിലേക്കും തളർച്ചയിലേക്കും എല്ലിലേക്കും കൊണ്ടുപോകുന്നത് അല്ലേ. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു, ഇങ്ങനെ പോയാൽ ശരിയാവില്ല, എനിക്ക് എന്തെങ്കിലും മുന്നിലൊരു ലക്ഷ്യം വെക്കണം എന്നുള്ളത് ഞാൻ തീരുമാനിച്ചത്. പക്ഷേ ഓരോ വ്യക്തികളും വ്യത്യസ്തമല്ലേ. ചില ആളുകൾ അവരുടെ ലക്ഷ്യം ഇന്നതാണ്, എൻ്റെ ആഗ്രഹം ഇന്നതാണ്, ഞാനത് നേടിയെടുക്കും, അങ്ങനെയുള്ളതൊക്കെ പറയും. പക്ഷേ എനിക്ക് അങ്ങനെ പറയുന്നതിൽ താല്പര്യമില്ല. ഞാൻ നേടിയെടുത്ത് കഴിഞ്ഞാൽ, അത് സക്സസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് എന്തായാലും അത് ഷെയർ ചെയ്യും. അതുവരെ അത് എൻ്റെ ഉള്ളിൽ മാത്രം ഇരിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഒരു ലക്ഷ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ടൈം മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും. എല്ലാവരും നമ്മൾ ടൈം മാനേജ് ചെയ്യാൻ നമ്മൾക്ക് ഒന്നിനും പറ്റില്ല. കാരണം എൻ്റെ അനുഭവമാണ്. കാരണം എനിക്ക് ഒന്നിനോട് ഒരു ചിന്തയും ഇല്ല, ഒരു ലക്ഷ്യവും ഇല്ലാതെ പോയേക്കുമ്പോൾ വെറുതെ അലസമായി പോകുമായിരുന്നു എൻ്റെ ദിവസങ്ങൾ. ഇപ്പോൾ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടപ്പോഴാണ് എനിക്ക് എൻ്റെ ടൈം
അല്ലെങ്കിൽ എൻ്റെ ആ ഒരു ദിവസം എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളത് എനിക്ക് മനസ്സിലായത്. നമ്മൾ കൂട്ടുകുടുംബമൊക്കെ ആയിട്ട് ജീവിക്കുകയാണെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല. കാരണം നമുക്ക് മറ്റുള്ളവർ പേടിച്ചിട്ടെങ്കിലും നമ്മൾ പണികൾ ചെയ്യും, നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കും. അതായത് ഫാദറിനിലോ ഉണ്ടാവും, മദറിനിലോ ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റുള്ള ആരെങ്കിലുമൊക്കെ അവരൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്ക് എന്താ തോന്നുകയെന്ന് വിചാരിച്ചിട്ടെങ്കിലും നമ്മൾ പെട്ടെന്ന് നമ്മൾക്ക് ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്ത് നമ്മൾ വീടൊക്കെ ഒതുക്കി പിടിച്ചിട്ടൊക്കെ കൊണ്ടുപോകും. പക്ഷേ അതിൽ നിന്ന് നമ്മൾ വേറെ വീടൊക്കെ വെച്ച് ഹസ്ബൻഡ്, കുട്ടി അങ്ങനെയൊക്കെ ആയിട്ട് താമസിക്കുമ്പോഴാണ് നമ്മൾക്ക് മടികൾ വന്നു തുടങ്ങുക, അല്ലേ? എൻ്റെ അനുഭവമാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് എൻ്റെ അനുഭവം എന്നുള്ളത് മാത്രമല്ല, ഞാൻ സംസാരിച്ച പല ഫ്രണ്ട്സുകളും എന്നോട് ഇത് തന്നെയാണ് പറയുന്നത്. നമ്മൾക്ക് ആരെയും പേടിക്കാനില്ല, ആരെയും ബോധ്യപ്പെടുത്താനില്ല, നമ്മൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യുക. പക്ഷെ അങ്ങനെ ചെയ്തു തുടങ്ങുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ഈ മടി എന്ന് പറഞ്ഞൊരു സംഭവം വരുന്നത്. ആ മടിയാണ് പിന്നീട് നമ്മളെ ക്ഷീണത്തിലേക്ക് മാറ്റുന്നത്. നമ്മൾ ആരോടും എനിക്ക് ചെയ്യാൻ മടിയാണെന്ന് പറയില്ല, എനിക്ക് വയ്യ, എന്തോ ഒരു ക്ഷീണം പോലെ, ഇത്രയല്ലേ നമ്മൾ പറയുന്നുള്ളൂ. അപ്പോൾ ഇതുപോലത്തെ ഒക്കെ സ്വഭാവമുള്ളവരാണെന്നുണ്ടെങ്കിൽ, അതായത് മടി, ക്ഷീണം, ഈ ഫോണിൽ ഇങ്ങനെ റീൽസും കണ്ടിട്ട് ദിവസങ്ങൾ അല്ലെങ്കിൽ ടൈമുകൾ ഇങ്ങനെ കളഞ്ഞുകൊണ്ടിരിക്കുക, ഒന്നും ചെയ്യാതെ അങ്ങനെ ഇരിക്കുക, പകൽ മുഴുവൻ വെറുതെ ഇരുന്നിട്ട് വൈകുന്നേരം ആയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പണികൾ വേഗം ചെയ്ത് വെക്കുക, അങ്ങനത്തെ ഒക്കെ സ്വഭാവമാണ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, എല്ലാവർക്കും ഉണ്ടാവില്ല അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, ഇതിനൊക്കെ മരുന്ന് എന്ന് പറയാൻ ഒരേ ഒരു കാര്യം, നിങ്ങൾ 5 മണിക്ക് അല്ലെങ്കിൽ ഒരു 4:30 കുഴപ്പമൊന്നുമില്ല, 4:30 5 മണിക്കോ ഡെയിലി നിങ്ങൾ എണീറ്റ് ശീലിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ സത്യമാണ്, ഉറപ്പായിട്ട് നിങ്ങളുടെ ലൈഫിൽ മാറ്റം വരും. കാരണം ഇത് എൻ്റെ അനുഭവമാണ് കേട്ടോ, സത്യമായിട്ടുള്ള അനുഭവമാണ്. കാരണം എൻ്റെ ലൈഫിൽ ഇങ്ങനൊരു മാറ്റം വരും എന്നുള്ളത് സ്വപ്നത്തിൽ പോലും ഞാൻ ചിന്തിച്ചില്ല. കാരണം അത്രയും പഴക്കമുണ്ട് എൻ്റെ ഈ മടിക്ക്. കാരണം അത്രയും പഴക്കമുള്ള ഈ ഒരു മടിയെ 2 മാസം കൊണ്ട് ഞാൻ ആ മടി മാറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഈ 5 മണിക്ക് എഴുന്നേൽക്കുക എന്നുള്ള ആ ഒരു മിറാക്കിൾ പവറാണ് കേട്ടോ. ഞാനൊരിക്കൽ പല വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഈ മോട്ടിവേഷൻ വീഡിയോസുകളൊക്കെ ഞാൻ കാണും. അപ്പോൾ അതിലുണ്ടായിരുന്നു ഈ 5 AM ക്ലബ്ബ് എന്നിട്ടുള്ള വീഡിയോസ് ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ഈ 5 AM ക്ലബ്സ് വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ആവണം എന്നൊക്കെ വിചാരിച്ചിട്ട്, പക്ഷെ അത് കുറച്ചും കൂടി കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു പകുതി വരെ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നും, ഇതൊന്നും നടക്കുന്ന കാര്യമല്ല, എന്നെക്കൊണ്ട് ഇതൊന്നും പറ്റില്ല, 5 മണിക്ക് എഴുന്നേൽക്കുക അങ്ങനെയുള്ളത് അങ്ങോട്ട് ഞാൻ തന്നെ അപ്പം തന്നെ സ്വയം അങ്ങോട്ട് പറയും. അങ്ങനെ പിന്നെ ഞാൻ ആ വീഡിയോ അങ്ങ് സ്കിപ്പ് ചെയ്ത് കളയും. പക്ഷേ അതൊക്കെ കണ്ടിട്ട് കുറേ ആയിട്ടോ. പക്ഷേ എൻ്റെ ലൈഫിൽ ഞാൻ പിന്നീട് ഈ 5 മണിക്ക് എഴുന്നേൽക്കുക എന്നുള്ളൊരു ശീലം ഞാൻ കൊണ്ടുവന്നപ്പോൾ സത്യം പറഞ്ഞാൽ ആ ഒരു സമയത്തിന് എന്തോ ഒരു പവർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മുടെ ആ ഒരു ദിവസത്തെ നമ്മൾക്ക് മാക്സിമം യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾക്ക് പറ്റുന്നുണ്ട്. കാരണം ഓരോ നിമിഷവും നമ്മൾ ആ ജീവിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ വെറുതെ ഈ ഒരു മനുഷ്യജന്മം വെറുതെ അങ്ങ് ജീവിച്ച് അവസാനിപ്പിക്കാനില്ലല്ലോ. നമുക്ക് എല്ലാവർക്കും 24 മണിക്കൂറുണ്ട്. ആ മണിക്കൂറിനുകളൊക്കെ നമ്മൾ മാക്സിമം യൂസ് ചെയ്തിട്ട് നമ്മൾ ജീവിക്കുക. കാരണം ഇങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചെങ്കിൽ, പണ്ട് പഠിക്കുന്ന സമയത്തൊക്കെ എക്സാമൊക്കെ വരുമ്പോൾ എക്സാം ഫീസ് കൊടുക്കണമല്ലോ. അന്നത്ര 10 രൂപയോ 15 രൂപയൊക്കെയാണ് എക്സാം ഫീസ് ഉണ്ടാവുക. അപ്പോൾ ഈ എക്സാം ഫീസ് കൊടുത്തിട്ട് എക്സാം എഴുതുമ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സുകളൊക്കെ പറഞ്ഞു 10 രൂപയാണ് കൊടുത്തിരിക്കണു. അപ്പോൾ നമ്മൾക്ക് കുറേ പേപ്പർ മേടിക്കണം, ഉത്തരം തെറ്റിയാലും വേണ്ടില്ല, 10 രൂപയ്ക്കുള്ളതാണുള്ളത്. 10ന് അത്രയും മൂല്യം ഉണ്ടായിരുന്നു, അത്രയും മൂല്യം വെച്ചിട്ടാണ് കൊടുക്കുക. അപ്പോൾ ഒരു പേപ്പർ തന്നെ കുറേ 5-6 ഷീറ്റ് പേപ്പറൊക്കെ മേടിച്ചിട്ട് പരീക്ഷയ്ക്ക് എഴുതും. അതുപോലെ തന്നെ ഈ സെൻഡ് ഓഫ് ഒക്കെ ഉണ്ടാവും. അത് 10ാം ക്ലാസ്സിലൊക്കെ സെൻഡ് ഓഫ് ഉണ്ടാകുമ്പോൾ അന്ന് എത്രയായിരുന്നു, 20 രൂപയൊക്കെ ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു സെൻഡ് ഓഫിന്. അപ്പോൾ ഈ സെൻഡ് ഓഫിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അന്നത്തെ സെൻഡ് ഓഫിന് ഒരു പപ്സ് ഉണ്ടായിരിക്കും, ഒരു പപ്സ്, ഒരു ചായ, ഒരു ബിസ്ക്കറ്റ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് 20 രൂപ കൊടുത്തില്ലേ, നമുക്കത് മുതലാക്കണം പറയും. പക്ഷേ അന്നത്തെ ആ വിഡ്ഢിത്തരത്തിൽ ചിന്തിക്കണില്ല, എത്രയും സംഭവങ്ങൾ അതന്നെ കൂടുതലാണെന്നുള്ളത് ചിന്തിക്കണില്ലല്ലോ. അപ്പോൾ അതുപോലെ നമ്മൾക്ക് 24 മണിക്കൂർ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം മുതലാക്കാൻ വേണ്ടി നോക്കുക. ഓരോ 24 മണിക്കൂർ ഉണ്ടെങ്കിൽ ഓരോ നിമിഷം നമ്മൾ മാക്സിമം യൂസ് ചെയ്ത് മാക്സിമം എൻജോയ് ചെയ്ത് ജീവിക്കുക. നാളെ നമ്മളെല്ലാവരും വയസ്സായി തട്ടിപ്പോയി ആ ഒരു സമയമാകുമ്പോൾ ചിലപ്പോൾ വയസ്സാം കാലത്താവും നമുക്ക് ബോധോദയം വരും, ഞാൻ എത്ര കാലം ജീവിച്ചെന്നിട്ട് എന്താപ്പം ഉണ്ടായത് എന്നുള്ളത്. എനിക്ക് തന്നെ ഇപ്പോൾ ലൈഫിൻ്റെ പകുതിയായി എന്നിട്ടാണ് ഈ ബോധം വന്നിട്ടുള്ളത്. അപ്പോൾ ജീവിച്ച് തുടങ്ങുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരിപ്പോഴേ മാക്സിമം യൂസ് ചെയ്യുക, 24 മണിക്കൂറിന് മാക്സിമം യൂസ് ചെയ്ത് എൻജോയ് ചെയ്ത് ജീവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെ എൻ്റെ അടുക്കള പണികളൊക്കെ ഏകദേശം ഒതുങ്ങി തുടങ്ങി കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് പുട്ടും ചെറുപയർ കറിയും പിന്നെ ചെറുപഴം ഉണ്ട്. അപ്പോൾ ഇതാണ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ളത്. പിന്നെ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ചോറ്, പപ്പായ ഉപ്പേരി, അയിലക്കറി, മീൻ വറുത്തത്, ഇത്രയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അയിലക്കറി ഇനി വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. പിന്നെ ലച്ചുവിന് സ്കൂളിലേക്ക് കൊടുത്തയക്കുന്നത് ടൊമാറ്റോ റൈസാണ്. അപ്പോൾ ഇനി അതും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ
പണികളെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ചെറിയ ഗ്യാപ്പിൽ, പണികളുടെയൊക്കെ ഓരോ ഗ്യാപ്പിൽ ഞാൻ കഴുകാനുള്ള പാത്രങ്ങൾ കൂടെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അടിച്ചു വാരലും കഴിഞ്ഞിട്ടുണ്ട്, മെഷീനിൽ തുണികളും ഇട്ടു. അപ്പോൾ ഈ തുടയ്ക്കണ പരിപാടി ഞാൻ ഡെയിലി തുടയ്ക്കാറില്ല കേട്ടോ, ഒന്നരാടൊക്കെയാണ് ഞാൻ തുടയ്ക്കാറുള്ളൂ. അപ്പോൾ ഇനി മീനിന്ന് അയിലയാണ് കിട്ടിയത്. അപ്പോൾ അയില വറക്കും ചെയ്യുന്നുണ്ട്, അയില വയ്ക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള പണികളൊക്കെ കഴിയുന്നുണ്ട്. പിന്നെ ലിച്ചുവിനൊരു 8:45 ആകുമ്പോൾ അവളെ സ്കൂൾ ബസ്സിൽ കയറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് പോകും. ഇപ്പോൾ നമ്മുടെ ഈ പണികളൊക്കെ ഉണ്ടല്ലോ, ഒരു 8:45 ആകുമ്പോഴത്തേക്കും പണികളെല്ലാം കഴിഞ്ഞ് ഇവരെല്ലാവരും സ്കൂളിലേക്ക് പോകും, വർക്കിനൊക്കെ പോയി കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വർക്കും കഴിഞ്ഞ് നമ്മളങ്ങനെ ഫ്രഷായിട്ട് ഇങ്ങനെ വീട്ടിലിരിക്കുന്നതിൻ്റെ ഒരു സമാധാനം ഉണ്ടല്ലോ, അത് നല്ലൊരു സുഖമുള്ള പരിപാടിയാണ് കേട്ടോ. പിന്നെ നമുക്ക് വല്ല സ്റ്റിച്ച് ചെയ്യാനോ എന്തെങ്കിലും വായിക്കാനോ എഴുതാനോ അങ്ങനെ ഉണ്ടെച്ചെങ്കിൽ നമ്മുടേതായ സമയങ്ങൾക്ക് നമുക്ക് അങ്ങോട്ട് മാറാം. അല്ലെങ്കിൽ ഇങ്ങനെ മടി പിടിച്ചിട്ടുണ്ടെച്ചെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മളിങ്ങനെ ഓരോരോ പണികൾ ചെയ്തുകൊണ്ടിരിക്കും. ഇതാകുമ്പോൾ ആ ഒരു ടെൻഷനില്ല. പെട്ടെന്ന് അടുക്കളയത്തെ പണികളും വീട്ടിലത്തെ പണികളൊക്കെ കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും കുറച്ച് സമയം വേണമല്ലോ. എല്ലാവരും ഇങ്ങനെ വിചാരിക്കാം വീട്ടിൽ വെറുതെ ഇരിക്കുകയല്ലേ എന്നൊക്കെ തോന്നും. പക്ഷേ വീട്ടിൽ വെറുതെ ഇരിക്കുകയെന്ന് വെച്ചിട്ട് നമുക്ക് ഇഷ്ടം പോലെ പണികളുണ്ട്. അപ്പോൾ ആ ഉള്ള പണികൾ വേഗം ചെയ്ത് തീർത്തിട്ട് ഇരിക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ. അങ്ങനെ അപ്പോൾ അതാ പണികളൊക്കെ കഴിഞ്ഞു. ഇനി ലിച്ചുവിന് ഫുഡും നിറച്ചിട്ട് ഇനി അവളെ സ്കൂളിൽ കൊണ്ടാക്കി വിടാം. അപ്പോൾ ഇതൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ ലിച്ചുവിന് ഫുഡൊക്കെ നിറച്ചു ഞാൻ അവളെ സ്കൂൾ ബസ്സിൽ കയറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് പോട്ടെ. അപ്പോൾ അടുത്ത ദിവസം വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.